എന്നെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകരുത്. ആ സമയത്ത് ഞാൻ ട്രെയിനിൽ നിന്നൊക്കെ ചാടി. എടാ പോലീസുകാരാ, നിങ്ങളെ ഞാൻ പറ്റിച്ചടാ. ധൈര്യമുള്ള ഏത് പോലീസുകാരനാണ് എന്നെ ഇനി ഇവിടെ വന്ന് പിടിക്കണമെന്ന് എനിക്കൊന്ന് അറിയണം. നിന്നെ പിടിക്കും, അല്ലെങ്കിൽ ഞാൻ ചാവണം. ഹരഹര തീവ്രം വീക്ഷണം സാർവിതം ബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം. കിതപ്പ്. എനിക്ക് കിതപ്പ്. നിനക്ക് എന്തിന്റെ കിതപ്പായിട്ട് നിനക്ക് എന്തിന്റെ കിതപ്പായിട്ട് നീ ചാടിയതെന്ന്? സാറേ, നമ്മൾ ഈ പോലീസുകാർ കായികക്ഷമത ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് കായികക്ഷമത ഉണ്ടോടാ? കായികക്ഷമത മാത്രമല്ല, കൈക്കും നല്ല ക്ഷമതയുണ്ടേ. നിന്നെ കൊണ്ടുപോയില്ലേ എന്റെ പണി പോവും. അതല്ല എന്റെ വിഷയം. നാളെ എന്റെ കല്യാണം നിശ്ചയമാണ്. എന്നിട്ടാണ് നീ എന്റെ അടുത്ത് ഈ പരിപാടി കാണിച്ചത്. നിനക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നീ ചാടുവരുതാണ്. നിശ്ചയമായിട്ട് ഇവിടെ നിൽക്കുവാണ്. വീട്ടിൽ പോയി കാര്യങ്ങൾ നോക്കാം. അങ്ങോട്ട് പോയി ഇവിടുത്തെ കാര്യം ഞാൻ നിന്നെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. നിന്നെ കൊണ്ടേ ഞാൻ ഈ തുരുത്തിന്ന് പോകും. നീ ചാടി, അപ്പോഴൊരു ബ്ലൂം ബ്ലൂം. ഞാൻ ചാടി, അപ്പൊ രണ്ടാമതൊരു ബ്ലൂം ബ്ലൂം. ഇതേത് മൂന്നാമത്തെ ബ്ലൂം? ഹലോ 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 ഹലോ. ഞാൻ ഇപ്പൊ അറബിക്കടലിൽ നമ്മള് മൂന്നുപേരും കിണിച്ചെന്ന് പറഞ്ഞ കാര്യം നടക്കൂല. അവര് ചിരിക്കണം. ചിരിക്കല്ലേ വല്ല നടക്കും. ഞാന് സാറേ, ഞാന് ഇപ്പുറത്തെ കരയിൽ നിന്ന് ഇങ്ങനെ വല വീശിയായിരുന്നു സാറേ. വല കരയിലല്ലേ, വെള്ളത്തിലല്ലേ വീശാ? വെള്ളത്തിലോട്ട് വീശിയതാണ്. ഇങ്ങനെ കറക്കിയതും പല കരയിരുന്ന് ഞാൻ വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അപ്പൊ ഇവിടുത്തെ നാട്ടുകാരനാണ്. ഓ അയ്യോ, കണ്ടത് വലിയ ഉപകാരം. ഇവനെയും കൊണ്ട് ഞാൻ സെൻട്രൽ ജയിലിലോട്ട് പോകുന്ന വഴിയായിരുന്നു. ഇവൻ ട്രെയിനിൽ നിന്ന് അങ്ങ് ചാടി. ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. എന്തേലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഒരു രക്ഷയില്ല സാറേ. വെള്ളം കയറി കിടക്കുകയാണ്. അതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നിന്ന്. പിന്നെ വേലിയേറ്റമാണ്. വേലിയേറ്റമാണ്, മൊത്തത്തിൽ വേലിയേറ്റമാണ്. എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. വീട് വിടാണ്. വീട് തൊട്ടടുത്ത് തന്നെയാണ്. എന്തിനു ചെയ്ത പുള്ളി? എന്തിനു ചെയ്ത നിസ്സാര ഒരു കേസിനാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. ന്യൂ ഇയറിന്റെ അന്ന് ഞാൻ അടിച്ച് നല്ല പിടുത്തമായിരുന്നു. രാത്രി ഒരു 2 മണി സമയമായപ്പോഴത്തേക്കും നമ്മൾ ഈ റമ്മ കുടിച്ച് കിടക്കാൻ നേരത്ത് ഒരു പരവേശമുണ്ട്. ഇത്തിരി വെള്ളം എങ്ങനെയെങ്കിലും എടുത്ത് അങ്ങ് കുടിക്കണം. ഈ പരവേശം വന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത് കണ്ട കടയിൽ കയറി അവിടുന്ന് കുറച്ചും വെള്ളം എടുത്ത് കുടിച്ചു. അതിനാണ് എന്നെ ഇവർ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. മോശം സാറേ, ഒരു പാവപ്പെട്ട മനുഷ്യ ഇത്തിരി പോലെ വെള്ളം കുടിച്ചാലാണ് സാറേ നിങ്ങൾ എടുത്തോണ്ട് പോയത്. ഈ മോശം മനുഷ്യനെ നിനക്ക് മനസ്സിലായോ? എടാ, ഇവനാണ് പാതിരാത്രി 2 മണിക്ക് ബിവറേജ് കുത്തിത്തോന്ന് സാധനം എടുത്തോണ്ട് പോയത്. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സർക്കാരിന് ആകപ്പാടെ ഉള്ള വരുമാനമാണത്. നീ നശിപ്പിക്കണോ? ഞാൻ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ഒരു വഴിയില്ല സാറേ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മൊത്തം വെള്ളം കയറി കിടക്കയില്ലേ സാറേ. ഞാൻ എല്ലാ ദിവസവും ഇവിടെ ചൂണ്ടയിടാൻ വരണേണ്. ആ രാത്രിക്ക് ഇവിടെ വരണേണ് ഇവിടെ. പക്ഷെ ഇന്ന് വെള്ളം കയറി പോയി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഴയാണ് സാറേ എന്റെ അമ്മ. നിന്റെ അമ്മച്ചിയുടെ പറ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തു. മാമി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തു മാമി. നീ എന്തോന്ന് പറയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞത്. താണ്ട് അവിടുന്ന് ചാടിയിട്ട് താണ്ട് നെറ്റിയിലേക്ക് നോക്കി മൊത്തം മുറിവായി. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞുകൂടാ. എടാ, നീ എന്ത് മണ്ടത്തോടാ കാണിച്ചത്? നീ അതിന്റെ മുകളിൽ നിർത്തി ചാടി ചത്തുപോയാലാ? നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. എടാ, നീ ആ ട്രെയിൻ എവിടെയെങ്കിലും ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനെ കാണാതെ വേറെ ഏതെങ്കിലും ട്രെയിനിൽ കയറി അങ്ങ് പോയാൽ പോരായിരുന്ന? കള്ളവണ്ടി കയറുന്നത് തെറ്റല്ലേ സാറേ? ചെയ്തത് നല്ല കാര്യമാണ്. ഒരു തോർത്ത് കിട്ടോ? എന്തിന്? അങ്ങ് തൂക്കി കൊല്ലാൻ നമുക്ക്. ഞാനേ ഞാൻ 12 തൊട്ട് ഇത് എന്താണെന്നൊരു എങ്ങനെ ഇതിനകത്ത് ഇത് കയറി വന്ന ചാള? അതാണ് ഞാൻ ഈ പുഴ കിടക്കുന്ന നമുക്ക് ഇതെങ്ങനെ വല വീശുന്ന സമയത്ത് സാറിന്റെ ഷൂ കൊണ്ട് പോയിരുന്നു. നിനക്ക് ആവശ്യമുള്ള മീൻ വീട്ടിലോട്ട് പോകും. നമ്മൾ 3 പേരും ഒരു ലോജിക്കും ഇല്ലാതെ ഈ തുരുത്തി വന്നില്ലേ. അപ്പൊ പിന്നെ കടലിൽ കിടക്കുന്ന അയില എങ്ങനെ വരുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. കേറ്റി അങ്ങ് കളിച്ചാൽ നിന്റെ വീടിനടുത്ത് നിസാം അല്ല ആട്ടോ ഇങ്ങോട്ട് പോകാനായിട്ട് കൈയെടുത്ത് വിളിക്കാൻ ട്രെയിനാണ് പോയത്. അല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. വഴി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു രക്ഷയില്ല സാർ. എങ്ങനെ ഊരി പോകുന്നതാണ് ഞാനും ആലോചിക്കുന്നത്. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും എടുത്ത് വെച്ച് വിളിക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ ചാടിയില്ലേ. ചാടിപ്പോ വെള്ളം കയറി, അത്രയും വെള്ളം കയറി ഇതിനകത്ത് ഇല്ലാതായി പോയി. എനിക്കൊരു കാര്യം പറയാം. നീ ഒന്നും പറയണ്ട. നീ ഒറ്റ കാരണം ഇതെല്ലാം സംഭവിച്ചത്. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ടോ? ഉണ്ട്. എവിടെ? വീട്ടിലിരിക്കണം. വീട്ടിലിരിക്കുന്ന കാര്യം നിന്റെ കയ്യിലുണ്ടാന്ന്? കയ്യിലില്ല. അല്ലെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വെള്ളം കയറിയാലും വർക്ക് ചെയ്യുന്ന ഐഫോണാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഐഫോൺ? ഇതെവിടുന്ന്?
നമ്മൾ ഇങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് എന്റെ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയിലച്ചൻ ഇരിപ്പില്ലായിരുന്നു. അടുത്തതും പിടിച്ചോണ്ട് വന്നൊക്കെയാണ്. ഇത് വിളിക്കാൻ പറ്റില്ല. വിളിച്ചു, പക്ഷെ സിമ്മില്ല കേട്ടോ അതിനകത്ത്. സിമ്മില്ലാതെ എങ്ങനെയാണോ വിളിക്കുന്നത്? ഇല്ല, മോട്ടിക്കാൻ നേരത്ത് സിം ഉണ്ടാകുന്ന പറ്റില്ല. അത് മോട്ടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണം സിം ഊരി അങ്ങ് കളയും, അല്ലെങ്കിൽ പോലീസ് പിടിക്കത്തില്ലേ? ശ്ശോ, ഇനിയിപ്പോ സിമ്മിൽ എന്ത് ചെയ്യുമെന്ന് പറ. സിം എടുക്കാം. എങ്ങനെ? ആധാർ കാർഡും ഫോട്ടോയും നമുക്ക് ഒരെണ്ണം എടുക്കാം. ആധാർ കാർഡ് ഫോട്ടോയും വെച്ച് പാരത്തിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കണം അവിടെ സിം. സാറേ, നിങ്ങൾ ഇത്ര മണ്ടനായി പോയോ സാറേ? പറ. നിങ്ങളുടെ ഫോണിലല്ലേ വെള്ളം കയറിയിട്ടുള്ളൂ, അതിനകത്ത് സിമ്മിനകത്ത് വെള്ളം കയറിയിട്ടില്ല. ആ സിം ഊരി ഈ ഫോണിനകത്തോട്ടും കയറണം. അത് കൊള്ളാം കേട്ടോ. ആ. ഇത് പിടി ഐഫോൺ പിടി. ആ, പിടിച്ച്. അയ്യോ, ഇത് പറ്റി. സിം കയറണമെങ്കിൽ പിന്ന് വേണം. 6885227. എന്റെ ഫോണിന്റെ പിന്നാണോ? അത് കാണാതെ പഠിച്ചാ. നമ്മുടെ ജോലി ഇതല്ലേ, നമ്മളെല്ലാം ശ്രദ്ധിക്കണം. വലിച്ചു പറിക്കുന്നത് മിറ്ററല്ല ഫോൺ. ഹലോ 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 ഹലോ, വലിച്ചൂരേണ്ട കാര്യമൊന്നുമില്ല. ആ സിം ഊരാനുള്ള പിൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ പിന്ന് തരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു കാര്യം പറയാം. എന്ത്? എന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചാൽ മാത്രമേ ഞാൻ ഈ പിന്ന് തരത്തു. രക്ഷപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങോട്ട് അങ്ങനെയാണ് പിന്ന് തരില്ല. പിന്നെ തന്നേ പറ്റും. പിന്ന് തരില്ല. നിന്നെ ഞാൻ പിന്നെ വാങ്ങിക്കും. അന്നാ പിന്നെ കാണല്ലോ. ചെല്ലെടുത്തു മുങ്ങാൻകുടിയിട്ട് ആ പാറയെ പോയി നെറ്റിയും പൊട്ടിച്ചോട്ട് വാ. ഇടിച്ച് ചെല്ലിപ്പോ. എന്ത് ചെയ്യൂന്ന് പറ. എന്തോ ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്ത ഞണ്ടിന്റെ ഈറങ്കാല് വെച്ച് ഇങ്ങനെ കുത്തി സിമ്മ എനിക്ക് മുഷിമീന്റെ ചുണ്ട് ഇങ്ങനെ ഇരിക്കും. നിനക്ക് ഈ മീനിന്റെ കണ്ടിട്ടല്ല വേറൊരു ഐഡിയ പറഞ്ഞു തരയില്ലേ? ഇല്ല, ഞാൻ ഈ മീൻ പിടിക്കാൻ പറ്റുന്ന ഞാൻ പിന്നെ ISROയുടെ കാര്യം പറയാൻ പറ്റും. ഞാൻ വല്ല ഞണ്ടിന്റെ ഈറം കാല വല്ലതും വെച്ച് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. സാറ് നോക്ക്. പിന്നെ ഒരു കാര്യം, കഷ്ടപ്പെട്ട് പിടിച്ച മുതലാണ്, ഒന്ന് നോക്കിക്കോളണേ. സാർ ഇവിടെ അവൻ ചാടി പോകില്ല സാർ. സാർ ധൈര്യമായിട്ട് സാർ റെഡിയാക്ക്. ശരി, ഒന്ന് നോക്കി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കറക്റ്റ് സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തു, ഞാൻ ഇവിടെ ചാടി, എന്റെ സുഹൃത്തായ നീ ഇവിടെ എന്നെ രക്ഷിക്കാൻ വന്നു. കിടക്കൻ ഐഡിയ അല്ലായിരുന്നു. നീ കഥ എങ്ങോട്ടാ കൊണ്ട് പോണത്? നീ കറക്കി എന്റെ മണ്ടേ കൊണ്ട് ടിസ്റ്റ് കൊണ്ടുവരാൻ നോക്കണാടാ നീ. ഒരു കഥയാകുമ്പോ ഒരു ടെസ്റ്റ് വേണമല്ലോ. ഞാൻ നേരത്തെ എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു സാധനം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും പറ്റത്തില്ലേ? ഒന്നും പറ്റില്ല. നിങ്ങൾ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ അടുത്തല്ലേ അണ്ണാ? അണ്ണ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത്. ഇവിടുന്ന് പോവാൻ പറ്റത്തില്ലടാ, ഭയങ്കര പാടാണ്. ഞാൻ തന്നെ ഇവിടെ ചൂണ്ടയുടെ രാത്രി വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വെളുപ്പാൻ രാവിലെ 6 മണിക്കാണ് ഇറങ്ങിയിട്ട് പോണത്. അതെന്നാ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടയിടാൻ വരുമ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് അക്കരെ കരയിലെ ജയന്തി കുളിക്കാൻ വരും. അപ്പൊ ചൂണ്ടയിടാൻ വരുന്നതല്ല, സീൻ പിടിക്കാൻ വരുന്നത്. അതും കഴിഞ്ഞ് നൈറ്റ് അങ്ങ് പോകും. എവിടെ ജയന്തി? എവിടെ വരുന്നത്? എവിടെ ജയന്തി ഇന്ന് വന്നില്ല, നേരം വെളുക്കട്ടെ ആദ്യം. തീരെ വയ്യവന്. അതില്ലെന്ന് നനഞ്ഞു കുളിച്ച് വന്നതാണല്ലോ, തണുക്കുന്നു. തണുപ്പ് എനിക്കും ഉണ്ട്. പിന്നെ കത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കത്തിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, നനഞ്ഞാണ് എന്നാലും കുഴപ്പമില്ല. അതല്ല, ബീഡി എന്തെങ്കിലും ഉണ്ടോ? അതോടെ പെട്ടിക്കടവല്ല നടത്തണം. എന്നൊക്കെ ചോദിക്കുമ്പോൾ ചുമ്മാ സാധനം എടുത്ത് തരാം. അതല്ല സാറേ, എനിക്ക് തണുക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കിടുകിടുപ്പ് മാറ്റാനായിട്ട്. സമാനപ്പെട്ട് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നില്ലേ, എന്തെങ്കിലും ഉണ്ട്, സാധനം ഉണ്ട്. ഞാൻ ഇവിടെ ചട്ടിയിൽ സാധനം സെറ്റ് ചെയ്തല്ലേ വെക്കണത്. പിന്നെ കൊള്ളാം. എന്റെ പൊന്നപ്പീ, ഒരു തണുപ്പെന്ന് അറിയാവോ? എന്നെ കൊതുകിന് ഓടിക്കാൻ വെച്ചേക്കുവാ. ആ കൊതുകിനെ എല്ലാത്തിനുണ്ട്. ചൂണ്ടയിടാൻ വരുന്നതാണ്. പിന്നല്ലാതെ ആഹാ, ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇതെങ്ങനെ കത്തിക്കും ഇത്? അരിയിലേം പേപ്പർ ഒന്നുമില്ല, വേറെ സാധനം. അരിയിലും പേപ്പറിൽ അതുകൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന പേപ്പർ. സാധനം ഇരിക്കില്ലേ? ആ എന്താ കത്തിരി എന്നെ തണുപ്പാന്നറിയാവൂ. അതിന്റെ ഇടക്ക് മീൻ്റെ ഒരു കൊത്തലും. അയ്യോ, ഇത് ആരൈഡിയ? എന്റെ ഐഡിയ. ആരൈഡിയാലും കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും തണുത്ത് പറിച്ചിരിക്കുകയായിരുന്നു. ആണല്ലേ? പക്ഷെ പിന്നെ കിട്ടിയില്ല കേട്ടാ. രണ്ട് പിടിയൊന്നും പോട്ട് തരാം. ഇത് കൊള്ളാം. അയ്യോ, തീ അണയാറായി കേട്ടാ. അതാണ്ട് അതിനകത്ത് സാധനം ഉണ്ട്, സാധനം. ഏത്? കോടതിയിൽ നിന്നിട്ട് പേപ്പർ എടുത്തിട്ടാണ് കോടതിയിൽ നിന്നിട്ട് പേപ്പറാണ്. എവരെ അകത്താക്കുള്ള പേപ്പറാണ് അത്. കോടതിയുടെ സീനുള്ള പേപ്പറാണെന്ന്. അവ എവിടെയും പോയില്ല, നമ്മളോട് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് പേപ്പർ മേടിച്ചപ്പോ എഴുതി കൂടെ. അവ എഴുതിയില്ലടാ. കോടതിയിലെ സീലിന് ഞാൻ എന്ത് ചെയ്യും? വീട്ടിലെ കുടുംബശ്രീയിലെ സീലിട്ട് പോണ്ട് അടിച്ചു തരാം. ഒരു ബോധമില്ലാത്തവന്മാരെ കൊണ്ടാണല്ലോ ദൈവം നിന്നവനൊക്കെ കണക്ക്. തണുത്തോണ്ടിരിക്കും. അയ്യോ, എന്റെ പെണ്ണെന്തിനാന്ന് എനിക്ക് നാളെ എനിക്ക് എന്റെ പെണ്ണിന്റെ നിശ്ചയം. എനിക്ക് വിശക്കേ ചെയ്യണല്ലോ, വിശക്കേ ചെയ്യണം. ആ ചെടിയോട് പോയിന്ന് കഥ പറയുന്നു. വിശക്കേ ചെയ്യണേ, വിശക്കേ ചെയ്യണം. വിശക്കണം എന്ന് പറഞ്ഞിട്ട് ചെടിയാണ് ഇത്? ആടാണ് ഇത്? വിശക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മക്കാരുടെയും വിശപ്പ് സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സാറേ, ബണ്ണ് കഴിക്കുവോ? വിശക്കണെന്ന് പറഞ്ഞ് മണ്ണ് വരുത്തി നോക്കടാ. ബണ്ണ് കഴിക്കുമെന്നല്ലേ ചോദിച്ചോ? താണ്ട് ബണ്ണ് കഴിക്കുമെന്ന്. ബണ്ണ് കഴിക്കുന്നുണ്ടെങ്കിൽ താണ്ട് ബണ്ണിന്ന. എവിടെന്ന്? നമ്മൾ ട്രെയിനിൽ ഇരുന്നപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒരു കട്ട മീശുള്ള ചേട്ടൻ. ആ ചേട്ടന്റെ കൂടെ ഒരു ചേച്ചി, അതിന്റെ കൂടെ ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ബണ്ണാണ്. പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം അടിച്ചു മാറ്റിക്കൊണ്ടാണ് വന്നത്. PSC എഴുതി ജോലിക്ക് കയറി ഒരുത്തനാണ് ഞാൻ. എനിക്ക് നിന്റെ ഒന്നും വാങ്ങിച്ചു തിന്നേണ്ട കാര്യമൊന്നുമില്ല. അത് മോട്ടിച്ചും കട്ടതും അന്തസ്സായിട്ട് ശമ്പളം വാങ്ങിക്കുന്നവനാണ് ഞാൻ. ഈ കാട്ടിൽ ആരും ഒന്നും കൊണ്ട് തരത്തില്ല. വേണം എന്നാലും വേണ്ട, മോട്ടിച്ചും കട്ട സാധനം എനിക്ക് വേണ്ട. എന്നൊക്കെ വേണം. എനിക്ക് മീനും എടുക്കാം. വേണ്ടെങ്കിൽ വേണ്ട, നമ്മളെന്ത് ചെയ്യാനാ? വേണ്ടാത്തൊരു തിന്നണ്ട. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. നല്ല ടേസ്റ്റ് എല്ലാം തൊണ്ടേ കുരുങ്ങും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ? ഇതിനകത്ത് ആ ക്രീമാണ്. പിന്നെ
കാരണം ക്രീം അടങ്ങിയപ്പോഴത്തേക്കും എന്താ ഇതേ ഇല്ല സാധനമാണ് ചുമ്മാ ഏ? ക്രീമൊന്നും ഇല്ല ഇത് കണ്ട ക്രീമാണിത്. ഓ പിന്നെ പിന്നെ നല്ല ക്രീമാ. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, ഇവിടെ ഈന്തപ്പഴം ഈന്തപ്പഴം പോടെ 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 അങ്ങനെ ബറ്റിനകത്ത് മറ്റേ ഈത്തപ്പഴമൊന്നും വരും. പണ്ടിനകത്ത് വരത്തില്ലെന്നാ. പിന്നെ ഈ ഇരിക്കണമെന്ന് എന്തുവാണ്? ചുമ്മാ കള്ളം പറയില്ല. കൈനീട്ടി എന്ന് പറഞ്ഞാലും ഞാൻ തരത്തില്ല. ആരും നീട്ടി ഞാൻ ചൊറിഞ്ഞതില്ല. പിന്നെ ചമ്മി 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 കൈനീട്ടിക്കൊണ്ട് വന്നതാ. ഹലോ, തരത്തില്ല തിരുത്താടെ തരത്തില്ല. മീന് കൊടുത്താലും തരത്തില്ല. ദൈവത്തിനാണ് നിന്നെ എവിടുന്ന് കൊണ്ടുപോയ സെല്ലി കയറ്റുന്നതിന് മുമ്പ് നല്ല 4 ഇടി തന്നിട്ട് ഞാൻ നിന്നെ സെല്ലി കയറ്റുള്ളൂ. ഉറപ്പ്. സംഭവം എന്താ ഇത്ര ദേഷ്യം? പോലീസിലെ ഡ്രൈവറാ. SI-യെക്കാട്ടിലും കൂടുതൽ പവർ ഇവർക്കാണ്. മനസ്സിലായോ സാറേ? എന്തായാലും ഇടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പുതിയൊരു പാക്കറ്റ് ഉണ്ട്, വേണേ പൊട്ടിച്ചിരുന്നു. അങ്ങനെ വഴിക്ക് വാ. നമ്മൾ ആക്കേണ്ട കാര്യം. അപ്പൊ എന്റെ ഈടി നിനക്ക് പേടിയുണ്ട്. എന്നെ സംബന്ധിച്ച് ആ കൊച്ചിന്റെ എടുത്താന്ന് പറഞ്ഞില്ലേ, ഞെക്കിപ്പോ പഞ്ഞി കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് പോലീസിൽ സ്നഗ്ഗി തിന്നുന്ന പോലീസുകാർ. ഇവിടെ കഴിഞ്ഞത് കഴിഞ്ഞ് എല്ലിക്കാരി അവന്റെ അടുത്തെങ്കിലും പറഞ്ഞെന്ന് അറിഞ്ഞ പറവളിറങ്ങുമ്പോൾ തന്നെ ഞാൻ റോട്ടിട്ടിടിക്കും. ഞാൻ പറയും ഇടിക്കും. ഞാൻ പറയും നിന്നെ ഇടിച്ച് എങ്ങനെങ്കിലും ഇവിടുന്ന് പോവാന്തെങ്കിലും വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു വഴിയില്ലേ? ഒരു വഴിയില്ല സാറേ, എങ്ങനെ ഊരി പോകുന്നതാണ് ഞാനും ആലോചിക്കുന്നത്. അതാണ് ഞാനും ആലോചിച്ചത്. ഇവിടെ കുടുംബ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ തൊട്ടടുത്തല്ലേ. അമ്മ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രാവിലെ രക്ഷപ്പെട്ടിട്ട് വീട്ടിൽ ചെന്ന് കപ്പയൊക്കെ അവിച്ച് നിന്നിട്ട് അങ്ങ് പോകാം. അങ്ങനെ പോകാൻ പറ്റത്തില്ല സാറേ. ഞാൻ ഇവിടെ ഞാൻ എന്റെ പൊന്ന് സാറേ, ഞാൻ പാതിരാത്രിക്കാണ് ഞാൻ ഇവിടെ ചൂണ്ടയിടാൻ പറയണത്. അത് കഴിഞ്ഞാൽ രാവിലെ ഞാൻ വീട്ടിൽ പോകും, കിടന്നുറങ്ങും. പിറ്റേന്ന് രാത്രി ഞാൻ വരും, ചൂണ്ടയിടും, വലയെറിയും, പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ പിള്ളേരൊന്നും ഇല്ല സാറേ. കല്യാണം കഴിഞ്ഞ് പിള്ളേരില്ല. പിള്ളേരൊന്നും. എത്ര വർഷമായി? 10 വർഷമായി. രാത്രി മൊത്തം ചൂണ്ടയിട്ട് രാവിലെ കിടന്നങ്ങ് ഉറക്കും. എന്നെ മജീഷ്യനായി. നമ്മളിതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല എന്റെ പൊന്നോ. അതാണ് നിങ്ങൾ പ്രായമുള്ളതുകൊണ്ടാണ്. എന്റെ പൊന്ന് സാറേ, പോ സാറേ, എനിക്ക് പ്രായമൊന്നുമില്ല. 28 വയസ്സേ ഉള്ളൂ എനിക്ക്. എത്ര വർഷം മുമ്പ്? തന്നെ തെളിവ് കാണിക്കണോ? നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വയസ്സുണ്ടെന്നല്ലേ? പിന്നെ കാണിച്ചു നല്ല പ്രായമുണ്ട് സാറേ. ശ്രദ്ധിക്കണ്ടെങ്കിൽ വിശ്വസിച്ചാൽ അതിലേ ഞാൻ പറയുന്നതാ. നോക്കിയാണ് എന്റെ പഴയ ഫോട്ടോ നോക്കണം. ഇടയും പറഞ്ഞ ശരി തന്നെ കേട്ടാ. ഞാനാണെന്ന് പറയോ? ഇവന് വലിയ പ്രായമില്ല. ആണോ? ആ പിന്നെ ആണോ? ഈ ഫോട്ടോ നോക്കി. ചെറുപ്പക്കാരൻ സത്യം കേട്ടോ, ഇവന് അത്രയും പ്രായമില്ല. അല്ലേ പറഞ്ഞത് സാറേ. ഓ സാർ അച്ഛൻ ഭരിച്ച വേക്കൻസി ജോലിക്ക് കയറിയതാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ സാർ ഇത്ര നേരം ഫോണിലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവന്റെ ഫോണല്ലേ ഇരിക്കുന്നത്? ഒളിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു. നോക്ക് സാറേ, ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് വിളിച്ചോട്ടെ ആദ്യം. കോട ബിജു എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരുണ്ട്. അവന് കോടമഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. കോടമഞ്ഞ് വാരി അങ്ങ് തിരിച്ചു. അതല്ലെന്ന്, കോടമഞ്ഞ് എവിടെ ഉണ്ടെങ്കിലും അവ അപ്പോഴേ പിന്നെ വിട്ടളയും. ആണല്ലേ? ഇടുക്കി. അപ്പൊ ഈ വാറ്റ് രാജു ആര്? ഇൻകം ടാക്സി ഉള്ള എന്റെ ഒരു കൂട്ടുകാരനാണ്. ശരി, കഞ്ചാവ് സുഭാഷ. അയ്യോ, തഞ്ചാവൂർ ബാബു. തഞ്ചാവൂരുള്ളതാ. തഞ്ചാവൂരുള്ളതാ? സത്യം പറടാ, നിനക്ക് എന്താണ് അവിടെ പരിപാടി? എന്തോ കള്ളത്തനുണ്ട്. ഇത് നീട്ട ചൂണ്ടതിനെക്കാട്ടിലും വലുതാണ് അളയിലുള്ളത്. ഇത് നീട്ട ചൂണ്ടയാണോ? എടാ ഞാൻ വലിക്കാം. ഞാൻ വലിക്കാം സാറേ. ഞാൻ പറഞ്ഞു വല്ല തിന്നിട്ടത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യൂന്ന് പറയുന്നത്? നീലത്തിമിംഗലമാണെന്ന് തോന്നുന്നു. എന്താണ് ഇത്? വേറെ സെറ്റപ്പാണ് സാറേ. ശുദ്ധവെള്ളം എന്നാ കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു ഗ്ലാസിന്റെ പൈസ തരണം. പടഞ്ഞ് മരിക്കൂ. എണ്ണം വാറ്റ ഉറപ്പിച്ചോട്ടെ. അയ്യോ, അടിപ്പം വാറ്റാടേ. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പൈസ തരണം കേട്ടോ. ഇപ്പൊ കിട്ടുവാണെന്ന് മേടിച്ചോ. ഇതെന്താടാ? ഇത് വേറെ കല്യാണം സാറേ. എനിക്ക് ഓണം കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ സാറ് സെറ്റ് ചെയ്യും സാറേ. ശരിക്കും പറഞ്ഞാൽ ഇവൻ ചാടിയപ്പോ ഞാൻ വിചാരിച്ചു ഇവനെ മാത്രം പിടിച്ചാൽ മതി എന്നാണ്. ഇനി ഇവിടുന്ന് പോകുമ്പോ എന്തായാലും ഞാൻ നിന്നെ ഇവിടെ കൊണ്ടേ പോവുള്ളൂ. ആര് പറഞ്ഞു? ഇവിടെ ഈ ദ്വീപിന്നാ സാറ് കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകണമെന്ന് കാണണമല്ലോ. ഇതിലും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബീഹാറിൽ ഉത്തർപ്രദേശിൽ പോണവന്മാർ നമ്മൾ ഇവിടുന്ന് പോയി പിടിക്കുന്നുണ്ട് കേരള പോലീസ്. പിന്നെയാണ് ഈ തുരുത്ത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.